ക്രൈസ്തവ വിശ്വാസിയായ ഒരു അമ്മ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. വിശുദ്ധനായ അഗസ്റ്റിൻ്റെ അമ്മയായ മോനിക്കയുടെ ജീവിതകഥ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആഫ്രിക്കയിലെ കാർത്തേജിൽ ജനിച്ച മോനിക്ക ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. എന്നാൽ അവൾ വിവാഹം ചെയ്ത പെട്രീഷ്യസ് എന്ന മനുഷ്യൻ ഒരു വിജാതീയനായിരുന്നു. അഗസ്റ്റിനെ കൂടാതെ നെബിജിയസ് എന്നൊരു മകനും അവർക്കുണ്ടായിരുന്നു. പെട്രീഷ്യസ് ക്രൂരനായ ഒരു ഭർത്താവായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അയാൾ മോനിക്കയോട് തട്ടിക്കയറി എപ്പോഴും അവളെ വഴക്ക് പറയും. ചിലപ്പോഴൊക്കെ അവളെ മർദ്ദിച്ചെന്നും വരും. എന്നാൽ മോനിക്ക അനുസരണയുള്ള ഒരു ഭാര്യയായി തന്നെ ജീവിച്ചു. ഒരിക്കൽ പോലും ഭർത്താവിനോട് മറുത്തൊരു വാക്കു പറയുവാൻ അവൾ ശ്രമിച്ചില്ല. തൻ്റെ ഭർത്താവിനെ അവൾ ഏറെ സ്നേഹിച്ചിരുന്നു. അയാളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൾ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അയാൾ തൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു തന്നെ നിന്നു. എന്നാൽ മരണക്കിടക്കയിൽ വെച്ച് അയാൾ മോനിക്കയുടെ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. ജ്ഞാനസ്നാനം സ്വീകരിച്ച് അയാൾ യേശുവിൻ്റെ അനുയായിയായി മാറി. ഭർത്താവിനെ യേശുവിൻ്റെ വഴിയെ കൊണ്ടുവന്നെങ്കിലും മകനെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ മോനിക്കയ്ക്ക് സാധിച്ചില്ല. അക്കാലത്ത് ആഫ്രിക്കയിലേറെ പ്രചാരത്തിലിരുന്ന മാണിക്കേയ മതത്തിൻ്റെ പ്രചാരകനായിരുന്നു അഗസ്റ്റിൻ. ഇന്ത്യയടക്കം പല രാജ്യങ്ങളിലും മാണിക്കേയ മതം പ്രചരിച്ചിരുന്നു. ബാബിലോണിന് സമീപമുള്ള മാർദി എന്ന സ്ഥലത്തുള്ള മണി എന്ന വ്യക്തിയാണ് മാണിക്കേയ മതത്തിൻ്റെ സ്ഥാപകൻ. താൻ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്ന് മണി സ്വയം വിശേഷിപ്പിച്ചിരുന്നു. തൻ്റെ മകൻ വഴിതെറ്റിപ്പോകുന്നു എന്ന് കണ്ട് ഏറെ ദുഃഖിതയായ ആ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ സമ്മർദ്ദം സഹിക്കവയ്യാതായപ്പോൾ ആ മകൻ ഒളിച്ച് സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. മോനിക്ക പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം അഗസ്റ്റിൻ കേൾക്കാനിടയായി. ഒടുവിൽ ഒരു ഉത്ഥാന ദിവസം അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. വിശുദ്ധ അംബ്രോസിൻ്റെ ഉപദേശപ്രകാരമാണ് മോനിക്ക ജീവിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ. മരണം വരെയും ഒരു നിമിഷം പോലും അവൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ദൈവകോപം നിന്റെ മേലാഞ്ഞു വീഴും. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവു നാശത്തിലാണ്ടുപോയാ. പാപം കുഞ്ഞേ നീ ചെയ്യരുത്. ദൈവകോപം നിന്റെ മേലാഞ്ഞു വീഴും. തൻ്റെ മരണസമയത്ത് മോനിക്ക മക്കളെ അടുത്ത് വിളിച്ച്, എൻ്റെ ശരീരം എവിടെ വേണമെങ്കിലും ഉപേക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ബലിപീഠത്തിൽ എന്നെ എന്നും സ്മരിക്കണം. അങ്ങനെ തൻ്റെ 56-ാമത്തെ വയസ്സിൽ രോഗബാധിതയായ മോനിക്ക 9 ദിവസത്തിനു ശേഷം മരിച്ചു. ഇന്ന് ആ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവപിതാവിന് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളും വിശുദ്ധ മോനിക്കയെ പോലെ ജീവിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ അനേകരെ അങ്ങയുടെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ.